ഹായ്, ഓണം സ്പെഷ്യലിലൂടെ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഒരു പാവയ്ക്ക കിച്ചടിയാണ്. പാവയ്ക്ക വറുത്തെടുത്താണ് ഞാൻ ഈ കിച്ചടി ഉണ്ടാക്കുന്നത്. ഇനി ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പാവയ്ക്ക 1/2 പകുതി, തൈര് 100 മില്ലി, തേങ്ങ അരമുറിയുടെ പാതി, ജീരകം ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്, പച്ചമുളക് 2, കടുക് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, ഉണക്കമുളക് ആവശ്യത്തിന്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു ചീനച്ചട്ടി ചൂടാകാൻ വയ്ക്കുക. ചീനച്ചട്ടി ചൂടായതും നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരാം. പാവയ്ക്കൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഞാനിതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. ഇപ്പം ഞാൻ അരച്ച് വെച്ചിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 2 പച്ചമുളകും ഒരല്പം ജീരകവും ചേർത്താണ് ഈ തേങ്ങ അരച്ചെടുത്തത്. ഈ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാവയ്ക്കെന്ന് പറയുമ്പോൾ അയ്യോ ഭയങ്കര കയ്പ്പായിരിക്കുന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഇത് വറുത്തെടുക്കുന്നത് കൊണ്ട് അധികം കയ്പ്പൊന്നുമില്ല ഇതിന്. അതുപോലെ തന്നെ വെള്ള പാവയ്ക്കയാണ് കിച്ചടിക്ക് സാധാരണ ഉപയോഗിക്കാറുള്ളത്. എനിക്ക് ആ വെള്ള പാവയ്ക്ക കിട്ടിയില്ല. പച്ച കളറിലുള്ള പാവയ്ക്കയാണ് എനിക്ക് കിട്ടിയത്. അതും കടും പച്ച കളറിലുള്ള പാവയ്ക്കയാണ് എനിക്ക് കിട്ടിയത്. തേങ്ങ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് ഒന്ന് വെന്തിട്ടുണ്ട്. ഇപ്പം നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇറക്കി വയ്ക്കാം. ഞാനിവിടെ ഒരു 100 മില്ലി തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇപ്പം നമുക്ക് വറുത്ത് വെച്ചിരുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് പാവയ്ക്ക കിച്ചടിയിലെന്ന് നോക്കിയിട്ട് അഥവാ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കടുകൊക്കെ ഒന്ന് വറുത്തിടണം. ഞാനൊരു ചീനിച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടായത് ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണയൊക്കെ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഞാനൊരല്പം കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളെല്ലാവരും ഈ കിച്ചടി ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.